നമസ്കാരം. കൂത്തുപറമ്പ് വൺഡേ മുകുന്ദൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ PPL റോയൽ അലൂമിനിയം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ജേതാക്കൾ. ഹിറ്റാച്ചി FC തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തിയാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ജേതാക്കളായത്. വൺഡേ മുകുന്ദൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശോജ്വലമായ പരിസമാപ്തി. കാൽപന്ത് കളിയുടെ വീറും വാശിയും വാനോളമുയർത്തിയ കലാശ പോരാട്ടത്തിൽ തിങ്ങി നിറഞ്ഞ കായിക പ്രേമികളെ സാക്ഷി നിർത്തി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം കപ്പിൽ മുത്തമിട്ടു. അത്യന്തം ആവേശം നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ നിശ്ചിത സമയത്തിലും ഗോൾഡ് രഹിത സമനില തുടർന്നപ്പോൾ ടൈ ബ്രേക്കറിലൂടെ 4-2 ഹിറ്റാച്ചി FC തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തിയാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ചാമ്പ്യന്മാരായത്. ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം KK ശൈലജ MLA നിർവഹിച്ചു. ആയപ്പോൾ കൂത്തുപറമ്പിൽ എനിക്ക് ഇപ്പോഴും ചന്തോട്ടിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഈ ഗ്രൗണ്ടുമായിട്ടുള്ള അവരുടെ അഭേദ്യ ബന്ധം, കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള താല്പര്യം, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അന്നേ ആവശ്യമുയർന്നിരുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഗാലറികളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു നല്ല ഗ്രൗണ്ടായി ഈ ഗ്രൗണ്ടിനെ മാറ്റാൻ നമുക്ക് സാധിച്ചു. സംഘാടകർ അതിനൊത്തവണ്ണം ഉയർന്ന് ഏറ്റവും നല്ല രീതിയിൽ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെയും വിഷുവിൻ്റെയും എല്ലാ തിരക്കുകൾക്കിടയിലാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഗംഭീരമായൊരു മത്സരം സംഘടിപ്പിച്ചത് എന്ന് കാണുമ്പോഴാണ് എത്രമാത്രം അധ്വാനം ഇത്തരമൊരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. നഗരസഭാ അധ്യക്ഷൻ V. ഷിജിത്ത് അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പാനോളി, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, SFI സംസ്ഥാന സെക്രട്ടറി സുമേഷ്, V. മുകുന്ദൻ, PM സുധീർ കുമാർ, പത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. ജേതാക്കൾക്ക് ട്രോഫികൾ കൈമാറി. മികച്ച കളിക്കാരൻ, ഗോൾ കീപ്പർ എന്നിവർക്കും ഉപഹാരം നൽകി. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്.